എല്ലാം മേടിച്ചല്ലോ അല്ലേ? നീ അവളോടൊന്ന് ചോദിക്കുക വേറെ എന്തെങ്കിലും വാങ്ങിക്കണോന്ന്. ഞാൻ അവളെ ഒന്ന് വിളിക്കാം. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവൾ പുറത്തെങ്ങാനും പോയി കാണാം, അതാ ഫോൺ എടുക്കാത്ത. ഓ പിന്നെ ബാത്റൂം വരെ പോകുന്നത് വരുന്നോ? വാ നമുക്ക് പോവാം. ആ പറയടാ, എല്ലാം മേടിച്ചോ? എന്നാൽ വേഗം വണ്ടി തിരിച്ചോ, ബ്രേക്ക്ഫാസ്റ്റെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഒന്നും വാങ്ങണ്ട, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് കഴിച്ചാൽ മതി. പിന്നെ വാങ്ങിക്കൂട്ടുന്ന മേക്കപ്പ് സാധനത്തിനടക്കേണ്ട ജീവശ്വാസം മറക്കരുതേ. ഓക്കെ എന്നാൽ. ഇതാരടേ രാവിലെ തന്നെ? പഴയ പത്രം, കുപ്പി, പ്ലാസ്റ്റിക് പാട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഈ മാസികകൾ എടുക്കുമോ? எல்லாம் எடுக்கும். பக்கத்தில் டாக்டர் வீடு இல்லையா, அங்கே கொஞ்சம் மூட்டை சாமானங்கள் எல்லாம் இருக்கு. நான் அதை எடுத்து திரும்பி வரும்போது நீங்கள் மாஸ்க் எடுத்து வெளியே வச்சிடுங்க. പത്രം പിന്നെ എടുക്കാം, ആദ്യം മാസിക എടുക്കാം. മൊത്തം പൊടിയാണല്ലോ. ഈ മാസിക എവിടെയെങ്കിലും പോകുമ്പോൾ കുറെ മാസികയും പൊക്കിക്കൊണ്ട് വരും. എന്നിട്ട് അതൊന്നും നോക്കിയിട്ട് ഇവിടെ കൊണ്ടങ്ങിടും. ஓய் அம்மா, இல்லைன்னா இல்லைன்னு சொல்ல வேண்டியதானே. அட போங்கடா.
എടി ആള് എടി പിടിക്കടി ഇത്. என்னம்மா காலையில் வண்டி ஓட்ட தெரியாம எங்க வயிற்றில் அடிக்கிறதுக்கா இங்கே வர? അറിയാതെ പറ്റിയതേട്ടാ, അത്യാവശ്യമുള്ളതുകൊണ്ടാ. ആ ആയിക്കോട്ടെ. പെട്ടെന്ന് പോണം ഞങ്ങക്ക്, അതുകൊണ്ടാ. ആ എന്ത് വേണേലും തന്നേക്കാം. എടി ഇത് സ്റ്റാർട്ട് ആവുന്നില്ലോടി ഇത്. വണ്ടി കംപ്ലൈന്റ് ആർക്കുമാ അത്? വാ ഇവള് വീടൊക്കെ തുറന്നിട്ട് എവിടെ പോയതാ? വാ നോക്കാം. അവളിവിടെ എങ്ങനെ കാണുന്നേ? അവളുടെ ഫോൺ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അവൾ അടുക്കളയിലെങ്ങനെ കാണും. എടി എടി പ്രിയേ, ഇവിടെ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഡോറ് വലിച്ചടയ്ക്കരുതെന്ന്. ഇവർക്ക് അറിയാവുന്നല്ലോ ഡോറ് കംപ്ലൈന്റ് ആണെന്ന കാര്യം. എടി പ്രിയേ, 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 എന്നെ പറ്റിയേ? അവക്ക് എന്നെ പറ്റിയേ? പ്രിയേ, എടി എന്നെ പ്രിയേ, എന്നെ പറ്റിയടി? എടി ആ ഇങ്ങനെ എടുത്തോണ്ട് വാ. കാണുന്നില്ലല്ലോ ഇത്. ഇങ്ങത്താ. മേടിച്ചതല്ലേ, എന്ത് ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഞാൻ ഡോക്ടറെ വിളിച്ചു. ഇവിടെ എണിപ്പിച്ച് കട്ടിലേക്ക് എടുത്താൻ പാ. ഡോക്ടർ ഇപ്പൊ വരും. സാരയില്ല, സാരയില്ല പ്രിയേ, ഇപ്പൊ ഡോക്ടർ വരും. നീ നോക്കിയ ഡോക്ടർ ആയിരിക്കും. ഡോക്ടർ വന്നില്ലേ? തന്നോട് ചോദിച്ചില്ല നേരത്തെ എന്തെങ്കിലും വേണോന്ന്? ഇയാളൊന്ന് പോകാവോ? ഇതെന്താ വണ്ടി പക്കത്തല്ലേന്ന് കടച്ചത്? പ്രിയ നീ ഓക്കെ അല്ലേ? പ്രിയ ഓക്കെ അല്ലേ? നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. ഡോക്ടർ വന്നു. എങ്ങനെയുണ്ട് പ്രിയ? ആർ യു ഓക്കെ? ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. ഇന്നൊരു സർവൈവൽ ഡേ ആയിരുന്നു അല്ലേ പ്രിയ? ഡോണ്ട് വറി, ടേക്ക് റെസ്റ്റ്. ഹോസ്പിറ്റലിലേക്ക് വല്ലതും കൊണ്ടുപോകണോ ഡോക്ടർ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പ്രിയയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സർവൈവലാണെന്ന് പ്രിയ നടത്തിയിരിക്കുന്നത്. ഇത്തരം പേഷ്യൻസിന് ഇൻഹേലർ കിട്ടാതെ വരുമ്പോൾ അവരുടെ ശ്വാസം ആരോ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ തോന്നും. ശരിക്കും ഒരു സ്ട്രഗിൾ തന്നെയാണ് അവർ ഈ സമയം അനുഭവിക്കുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ബ്രെത്ത് സിറ്റുവേഷൻ ഇത് കുറച്ചു നേരത്തേക്ക് പ്രിയ അനുഭവിച്ചിട്ടുണ്ട്. സോ ബി കെയർഫുൾ. ഇനി ഇങ്ങനെ വരാതെ നോക്കണം. ഇൻഹേലർ തീരും വരെ നോക്കാതെ അതിന് മുന്നേ തന്നെ വാങ്ങി വെക്കണം. ഓക്കെ ഡോക്ടർ. പൊടിയുള്ള സന്ദർഭങ്ങളിൽ പ്രിയയ്ക്ക് മാസ്ക് ഉറപ്പുവരുത്തണം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ടേക്ക് കെയർ.